എന്റെ മോടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണ്. നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട്. കുടുംബത്തിന് താങ്ങുതള്ളുമായി എനിക്കൊരു ആന്തരി ഉണ്ടായിരുന്നു, എന്റെ മകൻ ഗോപികൃഷ്ണൻ. ദേവരുടെ കമ്പനിയില് അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരണത്. അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ ദേവർക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. ദേവരുടെ മകളെ ദേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആലോചിച്ചു. ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണത്തിന് 2 ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാങ്കിലടയ്ക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു. അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ. എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ദേവരുടെ ഭാര്യ മരിച്ചു. അതോടെ ദേവരുടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു. ദേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം വല്ലതും വേണോ? എന്റെ കൃഷിയും സകല അധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കടക്കാരനാക്കി. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതി ഞാൻ അവരുടെ കല്യാണം ഉറപ്പിച്ചു. ഇവരോട് നിർത്താൻ പറ. ഞങ്ങളെ ഉപദ്രവിച്ചത് മതിയായില്ലേ നിങ്ങൾക്ക്? എന്റെ മകൾക്ക് ഒരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമംഗലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം. വെട്ടിക്കൊല്ലവനെ. എന്റെ മോനെ ഒന്നും ചെയ്യരുത്, അവനെ ഉപദ്രവിക്കല്ലേ. എന്നെ കൊല്ലരുന്ന് പറയാത്തവരെ, എനിക്ക് പെണ്ണിനെ വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. എങ്കിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക. ഇവന്റെ മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവർ അവന്റെ ജീവൻ തിരിച്ചു തരില്ല. ഇതാണ് പറയണത്. കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റിയുടെ ഹൈവേയില് കൊങ്കുമം കൊണ്ട് റിഫ്ലക്ടർ ഒന്ന്, അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർവഴി കാണായിരുന്നു. ഇനി തേവര് സിഗരറ്റ് അടിക്കാതെ ആ പെണ്ണിന് ജീവിതം ഉണ്ടോ? ചെമ്മീനിലെ സത്യന് ശീലമാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. സംഘടിക്കരുത് ചേട്ടൻ, സംഘടിച്ച് ഞാനും സംഘടിക്കും. പരീക്കുട്ടിയെ നല്ലത്. പരീക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും. സത്യനെ കൊമ്പസ്രാവ് ഉണ്ടാവൂലേ? ജോസ് ജോസ് ജോസ്. എന്താടാ ഇത്? ചെമ്പൻ കുഞ്ഞെത്തി അടിച്ചിന്റെ കരണക്കളിയാൻ തീർക്കും. അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡി കുടിച്ചു വന്നിരിക്കണം മദ്യപാനി. അപ്പനുള്ള കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ? നിങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ നെഞ്ചിപ്പോ കുത്തിപ്പൊളിച്ച അലമാര പോലെ പണിക്കറിനെ ഒളിച്ചു പോയ മോനെ ഞാൻ കൊല്ലും. എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്ക് പൊട്ടി ഞാൻ ചാവും. ഇങ്ങനെ പോയാ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ. ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പെറ്റിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്നാ ഒരു കാര്യം പറയട്ടെ,
ഇന്നത്തോടെ മോൻ കൂടി നിർത്തി. ആ പക്ഷെ ഇന്ന് മോന് ഞാനാ അപ്പൻ. ഏ അപ്പൻ എന്റെ മോനും. മോനെ തൊമ്മക്കുട്ട. എടാ ശിവ ഒന്നിങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് പിടിച്ച് കാലേരിച്ച് മുള്ളിക്കും. കുട്ട എന്ത് ചെയ്ത് പ്രായമുള്ളവരെ കാലിരുത്തി മുള്ളിക്കാമോ? കാലിന് രോഗം വരില്ലേ? കാലിഫോർണിയ. എന്താടാ ഒരു പുതിയ അഭ്യാസം? നിരാശാകാമുകന്റെ വേഷം കെട്ടി വെള്ളമൊഴിച്ച് നടന്നാലുണ്ടല്ല ചവിട്ടി ഊരമുറിച്ചുകളെ ഞാൻ. എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില്. നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട. വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻ്റെ ഒരു പെണ്ണന്വേഷണം. പോടാ പോയി കിടന്ന് തുടങ്ങ. എടാ പോയി കിടന്ന് തുടങ്ങ. പാവം, അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. നല്ല വിഷമം കാണും അവന്. തേവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും. അല്ലാത്തടത്തോളം കാലം ഒന്നിനും സമ്മതിക്കൂല. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓ തമിഴാണല്ലേ. ഇങ്ങേ ഇങ്ങാട്. തനിക്കെന്താ ചെവി കേട്ടൂടെ? എനിക്ക് ചെവി കേട്ട് എന്ത് കാര്യം? ഈ പോത്തിന് മനസ്സിലാകണ്ടേ? അല്ലേലും ചില പോത്തുകൾ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും. ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും. പണ്ടെങ്ങാണ്ടൊരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ്. നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ. ഈ തിരുപ്പതി മൂപ്പനാരെന്ന് കേട്ടണ്ട. നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ. അയ്യാക്കൊരു മകനുണ്ട്. ഒരു 6 അടി പൊക്കത്തൊരു പീസ്. ഇൻട്രസ്റ്റ് ഉണ്ടേ പറ, നമുക്ക് ആലോചിക്കും. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇയാൾക്കെന്താ അത്ര നിർബന്ധം? അയ്യോ നീ വെറ്റ് കിടക്കണ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നീ ഇങ്ങനെ നിൽക്കണ കാരണം ഒരുത്തി ജീവിതം മുട്ടി നിൽക്കുകയാണ്. അവിടെ കഴുത്തി താലി കെട്ടിയാ കെട്ടിയവരെ തേവര് തട്ടുവന്നു. എങ്കിൽ അതൊന്നും കാണണമല്ല. എന്റെ കൂട്ടുകാരൻ അവളെ കെട്ടാൻ പോയാണ്. അതങ്ങനെ എളുപ്പത്തിൽ നടക്കൂന്ന് കരുതണ്ട. ഒരിക്കൽ താലി കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോ അവൻ രേഖാമൂലം ബന്ധം വേർപെടുത്താതെ മറ്റൊരാൾ എങ്ങനെയാ അവളുടെ കഴുത്തി താലി കെട്ടുന്നത്? തേവാര് താലി കഴിക്കാൻ പറഞ്ഞപ്പോ അഴിച്ച ഞാനല്ലേ അവൻ. ആ ബന്ധം അതോട് തീർന്നു. പിന്നെ എന്ത് രേഖ? അല്ല പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം. അവന്റെ 7ാം വാരി നോക്കി ഒരു 4 വെടിവഴിപാട് കഴിച്ചാൽ ചുമന്ന കളറുള്ള രേഖ തന്നെ ഒഴുകി വരും. പാറു വണ്ടി വിടും. നിന്റെ കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കലി അടങ്ങാത്തത്. അയാൾക്കടെ എല്ലാ കലി ഇതോടുകൂടെ അടങ്ങും. എന്താണ് നോക്കിക്കണത്? വായിക്കണ കെട്ടിവേളം. വണ്ടി എടുത്ത് മാറ്റാം. വേണ്ട, അയാളെ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ടെന്നോ? നിന്നെ ബലമായി പിടിച്ചു നിർത്തി താലിയിട്ട് ഇവനെ പിന്നെ ജീവനോടെ വെച്ചേക്കണോ? എന്റെ പൊന്നുപുള്ളിയെ ബലമായിട്ടൊന്നുമല്ല, ഈ പാറക്കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ്. വെട്ടി നുറുക്കണ ഇവനെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്. ചിരിക്കണ്ട. ആ പെങ്കൊച്ചിന് അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയുസിന്റെ ബലം. അല്ലെങ്കിൽ 26 പീസായിട്ട് ചേമ്പലക്കകത്ത് പൊതിഞ്ഞേനെ. എടാ അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു. അപ്പാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പന അതാ തേവരുടെ അപ്പൻ. എടാ നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്കിരിത്തരമായി പോയി.
എന്ത്? അതായത് സത്യേട്ടന് ഈ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കേ, നിർത്തറ മിണ്ടായില്ലട ഊമശാവമേ. സ്പീക്കർ കത്തിപ്പോട്ടും കിടന്ന് നിലവിളിക്കുകയാണ്. സൂക്ഷിക്കണം, ഇനിയിപ്പോ തേവർ അടങ്ങിയിരിക്കും തോന്നുന്നില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും. ഞാൻ ചായ എടുക്കാം. ഓ, ഈ നേരത്തെ ചായ കുടിച്ചാ പിരിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേട്ടൻ ചോര തൂറി കിടന്ന കഥ. വിടറാ. അതാവേദേ മീശത്തേവര് വരുന്നുണ്ടടാ. ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ. ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാ. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തില്ല. ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല. എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാ ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. പക്ഷേ തേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ. ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം. എൻ്റെ മകളുടെ മാത്രമല്ല, ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം. എന്താ പണിക്കരെ? എന്താ തോമൻ? എല്ലാ അണ്ണാച്ചിയുടെ ഇഷ്ടം. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അല്ല തോമനെങ്കിൽ ഈ കല്യാണങ്ങൾ ചടപടാന്ന് ധൃതി പിടിച്ച് നടത്തണോ? എന്താടാ? അല്ല, ഈ ശിവേട്ടനും സത്യേട്ടനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം. എടാ, സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ്? തേവാരുടെ മകളെ അപ്പം തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതി. അല്ല എടാ, അല്ല മകനാലോചിച്ച പെണ്ണിന് അപ്പം കിട്ടുമോ നോക്ക് വെച്ചു. എന്താടാ ഈ പറയുന്നേ? സത്യേട്ടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിന് നിൽക്കണ്ട, ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും തെറി പറഞ്ഞ് നമുക്ക് നാടുവിടാന്ന്. ഓക്കേ? അയ്യോ, എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടാ ഒരു എടംതിരിപ്പ്? അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ്. അവള് പറഞ്ഞതും കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ. അപ്പൊ അവിടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവള് ചുമ്മാതെ പറഞ്ഞാണ്. അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ലൊരു പിണ്ണാക്കും. പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന്? എടാ, കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല. 4 തെറി പറഞ്ഞ് അങ്ങാട്ട് വിടും, അല്ലെങ്കിൽ അവളെ ചപ്പക്കുറ്റി കിട്ടുന്ന പൊട്ടിക്കും. വേറെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവിടെ കിടന്ന് ചാകട്ടെ എന്ന് വേണേ നമുക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ അവള് വിചാരിച്ച ഇല്ല. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? എടാ പിശാശേ, നീയും ശരിയല്ല, അവളും ശരിയല്ല. ചങ്കിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കെടാന്ന് വിചാരിക്കുന്ന 2 ശവങ്ങള്. അപ്പൊ അവളൊരു വിളഞ്ഞ വിത്താണ്. അവിടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നടക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ഒന്ന് പോടാ. സത്യേട്ടൻ പറയുന്നത് പരിഭാഷ വേണ്ടേ? മകനെ, ഈ അപ്പന് പഠിപ്പ് കുറവാണ്. അപ്പൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട്. നീ 5ാം ക്ലാസ് പാസ്സായവനാ. നിന്നെ ഉപദേശിക്കാൻ അപ്പനാളല്ല. ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊളിരിക്കുന്ന എൻ്റെ കരട് നിങ്ങളിൽ ഒരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ. പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ.
നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത്. നിന്റെ കല്യാണത്തിന് നീ സമ്മതിക്കുകയാണ്, എല്ലാ പ്രശ്നങ്ങളും തീരും. വരുംകാല മാപ്പിളല്ലേ, അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പോഴെങ്കിലും കയറി വരാല്ലേ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്, എന്താണ് പറു നിന്റെ ഉദ്ദേശം? കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കർ അങ്ങോട്ട് അയച്ചത് ആളെ കളിയാക്കാനാണ്? അതാ ഒരു മഞ്ഞത്തിരട്ട് കഴുത്തി വീണ, അപ്പൊ ആകാശത്ത് പൊട്ടി വീണ നിനക്ക് പറയാമോ? ഇയാളെന്താണോ നാക്കിയിട്ട് ഒരു തരം ഓഞ്ഞ ചിരി? പ്രണയവും സ്വപ്നവും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചതും. പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെക്കുറിച്ച്. ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി. ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ, കാലങ്ങളായിട്ടുള്ള എൻ്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി. അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്റെ കൊച്ച, നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ചില നേരത്തെ എനിക്ക് തന്നെ എന്റെ സ്വഭാവം പിടിക്കുന്നില്ല. വെറുതെ റെയിലേ കൊണ്ട് തലവെക്കല്ലേ, പീസായി പോവും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് കരുതി നീ ത്യാഗമൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് ത്യാഗമൊന്നുമല്ല, എൻ്റെ ഇഷ്ടമാണ്. ഞാൻ അറിയാതെ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയൊരിഷ്ടം. എന്റെ പൊന്നുപിള്ളേ, വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേ. ഇപ്പൊ ഞങ്ങൾ വലിയ കുഴപ്പക്കാരൊന്നുമല്ല, ശരി, അധ്വാനിച്ച് ജീവിക്കുന്നവരെ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ഫ്ലാഷ് ബാക്ക് നിനക്ക് അറിയാവാ. ഞങ്ങൾ നാട്ടിൽ നിന്ന് 4 പേര് കേട്ടാ ദോഷം പറയാത്ത കള്ളന്മാരാണ്. സത്യം പറയാവല്ല, ഒരു 5-6 പ്രാവശ്യം ജയിലിൽ കിടന്ന് ഉണ്ടേന്ന് തിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ നിനക്ക് ചേരണ മാപ്പിളെ അല്ല മകളെ. നിനക്ക് നല്ല കിണ്ണം കാറ്റിയ മണിമണി പോലത്തെ തേവാരി ചെറുക്കന്മാരെ കിട്ടും, അവരെ പിടി. എന്നെ വിട് മകളെ. സുലാൻ, നിൽക്ക്. ബലമായിട്ടാണെങ്കിലും നിങ്ങൾ ആ താലിച്ചരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ച. ആ താലിച്ചരട് ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ. വാശിയും വൈരാഗ്യവും തീർക്കാൻ ആ തേവാത്തിയുടെ കഴുത്തേക്ക് ഇട്ടിരുന്ന ഗുരുക്കായത് ഞാൻ നിങ്ങോട്ട് അയച്ചിട്ട് പോകും. അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വെറും ചരടാ. അവള് പറയണത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എതിരുന്നെന്ന് വേണ്ട. നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാൻ അവിടെ കഴുത്തേക്കിട്ടു. വരെ കെട്ടിപ്പിടിച്ച ഹൃദയം കൈമാറാൻ വരട്ടെ. എന്റെ ഒരു കണ്ടീഷൻ സമ്മതിച്ചാലേ ഈ കല്യാണം നടക്കൂ. നിങ്ങൾ പെണ്ണ് കെട്ടിക്കോ, പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങൾ രണ്ടുപേരും നടുക്കേ കിടക്കും. ശരിയാ, ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങളല്ലേ. എല്ലാ കാര്യങ്ങൾക്കും തൊമ്മനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ. അതെ.